ഇനി നമുക്ക് സെല്ലിന്റെ അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ന്യൂക്ലിയസ്. അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷെ അതിന്റെ പൊസിഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണ ഒരു സെല്ലിന്റെ നടുക്കാണ് ന്യൂക്ലിയസ് കാണുന്നത്. ഇപ്പൊ ആനിമൽ സെൽ എടുത്തു നോക്കിയാൽ അതിന് നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷേ പ്ലാന്റ് സെൽ എടുത്തു നോക്കിയാൽ ന്യൂക്ലിയസ് കുറച്ച് സൈഡിലേക്കാണ് കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ പ്ലാന്റ് സെല്ലിന്റെ നടുക്ക് ഒരു വലിയ വാക്യൂൾ ഉണ്ട്. ആ വാക്യൂള് കാരണം ന്യൂക്ലിയസ് ഒരു സൈഡിലാണ് കാണുന്നത്. ഇനി നമുക്ക് ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ പഠിക്കാം. ന്യൂക്ലിയസിന് രണ്ട് മെംബ്രെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ ആണുള്ളത്, ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും. അപ്പോൾ അതിനിടയ്ക്ക് ചില ചെറിയ ഹോൾസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ പോർ. ആ ഹോൾസിൽ കൂടെയാണ് സബ്സ്റ്റൻസസ് ന്യൂക്ലിയസിനകത്ത് നിന്ന് സൈറ്റോപ്ലാസത്തിലേക്കും സൈറ്റോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിലേക്കും വരുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയസിന്റെ ഈ മെംബ്രെയിൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കുക പെൻസിൽ ഉപയോഗിച്ചിട്ട്. പിന്നെ ഒന്നും കൂടി വരയ്ക്കുക, ദാറ്റ് ഈസ് ഇന്നർ മെംബ്രെയിൻ ആൻഡ് ഔട്ടർ മെംബ്രെയിൻ. എന്നിട്ട് നിങ്ങൾ ചെറിയൊരു ഇറേസർ ഉപയോഗിച്ച് ഇവിടെ എല്ലാം ഇങ്ങനെ മായ്ച്ചിട്ട് ആ ഭാഗം ഇങ്ങനെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇതാണ് ന്യൂക്ലിയർ പോർ. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെംബ്രെയിനിൽ ഉള്ള ഹോൾസ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ രണ്ടെണ്ണം ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ഇനി ന്യൂക്ലിയസ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് വളരെ സ്റ്റെയിൻഡ് ആയിട്ടൊരു സ്ട്രക്ചർ കാണും. അതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോലസ്. അത് സെൽ ഡിവിഷനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ന്യൂക്ലിയോപ്ലാസം. അതായത് സെല്ലിന്റെ അകത്ത് ഒരു ജെല്ലി പോലത്തെ ഒരു സബ്സ്റ്റൻസ് ഇല്ലേ, സൈറ്റോപ്ലാസം. അതേപോലെ ന്യൂക്ലിയസിനകത്ത് കാണുന്ന ആ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോപ്ലാസം. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ ഇതിനകത്ത് ഒരു ത്രെഡ് പോലെ ഒരു എൻഡാങ്കിൾഡ് ഒരു ത്രെഡ് പോലെയുള്ളൊരു സാധനം കാണും. അതിനെ പറയുന്ന പേരാണ് ക്രോമാറ്റിൻ മെറ്റീരിയൽ. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു പാട്ടാണ്. നമ്മളിവിടെ കുറേ ടേംസ് പഠിക്കും. അതായത് ന്യൂക്ലിയസിനകത്ത് ക്രോമസോം ഉണ്ടെന്ന് പഠിക്കും, ന്യൂക്ലിയസിനകത്ത് DNA ഉണ്ട്, ന്യൂക്ലിയസിൽ ജീനുണ്ട്, ന്യൂക്ലിയസിൽ ക്രോമാറ്റിൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, എവിടെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്കതെന്താണെന്ന് മനസ്സിലാക്കാം. ഞാനിപ്പോൾ പറഞ്ഞു, ഒരു ന്യൂക്ലിയസിനകത്ത് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ത്രെഡ് പോലൊരു സ്ട്രക്ചർ കാണും അല്ലേ. ആ ത്രെഡ് പോലെ സ്ട്രക്ചർ അതിനെ പറയുന്ന പേരാണ് എന്ത്? ക്രോമാറ്റിൻ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കാണും. ഓക്കെ, ഇതിനെ പറയുന്ന പേര് ബീഡ് ഓൺ എ സ്ട്രിങ്. ഒരു സ്ട്രിങ് ഒരു ബീഡ്, ഒരു സ്ട്രിങ് ഒരു ബീഡ്, അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. ഇതിൻ്റെ പേരാണ് ക്രോമാറ്റിൻ. ഓക്കെ, ഇതിൽ ഈ ത്രെഡായിട്ട് കാണുന്ന ഭാഗമാണ് എന്ത്? DNA. ആൻഡ് ഈ റെഡ് കളറുള്ളതാണ് പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ ഒരു ക്രോമാറ്റിൻ, ഈ കാണുന്ന ക്രോമാറ്റിൻ എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? DNAയും പ്രോട്ടീനും. അപ്പോൾ സെല്ല് വെറുതെ ഇരിക്കുന്ന സമയത്ത്, അതായത് ഡിവൈഡ് ചെയ്യാത്ത ഒരു സെല്ലിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ന്യൂക്ലിയസിനകത്ത് നമുക്ക് എന്ത് കാണാൻ കഴിയും? ക്രോമാറ്റിൻ മെറ്റീരിയൽ കാണാൻ പറ്റും. പക്ഷേ സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ഈ ക്രോമാറ്റിൻ തന്നെ ഭയങ്കരമായിട്ട് കണ്ടൻസ് ചെയ്തിട്ട് ഒരു റോഡ് ഷേപ്ഡ് സ്ട്രക്ചറായിട്ട് മാറും. ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് എന്ത്? ക്രോമസോം. ഓക്കെ, അപ്പോൾ സെയിം ഈ ക്രോമാറ്റിൻ തന്നെയാണ് കണ്ടൻസ് ചെയ്തിട്ട് എന്തായിട്ട് വരുന്നത്? ക്രോമസോമായിട്ട് മാറുന്നത്. അപ്പോൾ എപ്പോഴാണ് ക്രോമാറ്റിൻ ക്രോമസോമായിട്ട് മാറുന്നത്? സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഇപ്പം നിങ്ങളൊരു ഡിവൈഡിങ് സെല്ല് മൈക്രോസ്കോപ്പിൽ കൂടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രോമാറ്റിൻ കാണാൻ കഴിയില്ല, പകരം ക്രോമസോമേ കാണാൻ കഴിയുള്ളൂ. അതേസമയം ഡിവൈഡ് ചെയ്യാത്ത സമയത്ത് ഒരു സെല്ലിൽ ഒബ്സർവ് ചെയ്താൽ ക്രോമസോം കാണാൻ പറ്റില്ല. എന്ത് കാണാൻ പറ്റും? ക്രോമാറ്റിൻ മാത്രമേ കാണാൻ കഴിയൂ. അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആയല്ലോ. ക്രോമസോം എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷന്റെ സമയത്ത് കാണുന്ന റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ. ക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ ക്രോമാറ്റിൻ കൊണ്ടാണ് ക്രോമസോം ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാത്ത സമയത്ത് അത് ലൂസായിട്ട് കാണുമ്പോൾ അതിനെ ക്രോമാറ്റിൻ എന്ന് പറയും. ഇനി നമുക്ക് DNA വരാം. അപ്പം ഞാൻ പറഞ്ഞു ഈ ക്രോമാറ്റിൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? DNA. ഈ DNA എന്ന് പറയുന്നത് നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയാം. അതിൻ്റെ പേര് ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, ഈ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ന്യൂക്ലിയസിനകത്ത് കാണുന്ന ഒരു ജെനറ്റിക് മെറ്റീരിയൽ ആണ്. അത് രണ്ട് തരത്തിലുണ്ട്. ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അഥവാ DNA ആൻഡ് റൈബോ ന്യൂക്ലിക് ആസിഡ് അഥവാ RNA. നിങ്ങൾ RNA കുറിച്ച് പഠിക്കുന്നില്ല. RNA എന്ന് പറയുന്നത് വൈറസിൽ ചില വൈറസുകളിൽ കാണുന്ന ഒരു ജെനറ്റിക് മെറ്റീരിയലാണ്. നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ എന്താണ്? DNA ആണ്. അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കുള്ളത് ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പോൾ ആ DNAയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഞാനിങ്ങനെ ത്രെഡ് പോലെ വരച്ചു, പക്ഷെ അത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്.
ഓക്കെ, ഇതാണ് DNA സ്ട്രക്ചർ. അപ്പോൾ ഈ DNA ഭയങ്കര ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇതിനകത്താണ് നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സും എങ്ങനെയായിരിക്കണം എന്നുള്ള ഇൻഫർമേഷൻ ഉള്ളത്. അതായത് നമ്മൾ നമ്മുടെ പേരൻസിനെ പോലെയാണ് ഇരിക്കുന്നത് അല്ലേ, അതായത് മനുഷ്യൻ്റെ കുഞ്ഞ് മനുഷ്യനെ പോലെ തന്നെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയതുകൊണ്ടാണ്. അതുകൂടാതെ നമ്മുടെ പേരൻസിൻ്റെ ചില ക്യാരക്ടേഴ്സ് നമുക്ക് കാണും. ചിലപ്പോൾ അവരെ പോലെ മുടി ഉണ്ടാവും, അവരുടെ കണ്ണ്, മൂക്ക്, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കളറ്, അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം വരുന്നത് എങ്ങനെയാണ്? ഈ ക്യാരക്ടേഴ്സ് ഒക്കെ എവിടെ നിന്ന് നമുക്ക് വരുന്നത്? പേരൻസിൽ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് DNA ആണ്. അപ്പോൾ പേരൻസ് നമുക്ക് അവരുടെ ഒരു DNA കോപ്പിയാണ് തരുന്നത്. അപ്പോൾ DNAക്കകത്ത് നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഇൻഫർമേഷൻ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ DNA ജെനറ്റിക് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ DNA വളരെ ലോങ് ആയതുകൊണ്ട് ഈ ന്യൂക്ലിയസ് വളരെ ചെറുതല്ലേ, അതിനകത്ത് വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ ആ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് പ്രോട്ടീൻസ് ഉപയോഗിച്ചത്. അപ്പോൾ പ്രോട്ടീൻസിന് നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ അല്ല പ്രോട്ടീൻ അത് പാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നതേ ഉള്ളൂ ഇവിടെ. പക്ഷേ DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ അതും ക്ലിയർ ആയല്ലോ. അപ്പോൾ DNA ജെനറ്റിക് മെറ്റീരിയൽ അത് പ്രോട്ടീനുമായി ചേർന്ന് എന്തായിട്ട് മാറും? ക്രൊമാറ്റിനായിട്ട് മാറും. സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആ ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? റോഡ് ഷേപ്ഡ് ക്രോമസോമായിട്ട് മാറും. ഇനി നമുക്ക് നോക്കാം ജീൻ എന്താണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യാനുള്ള ഇൻഫർമേഷൻ എവിടെയാണുള്ളത്? DNA അല്ലേ. അപ്പോൾ ഒരു DNA നോക്കിയാൽ അതിൽ തൗസൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സ് അല്ലേ. അപ്പോൾ DNA ഒരു പാർട്ട് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ജീൻ. അപ്പോൾ ഇത് സപ്പോസ് ജീൻ 1 ആണെങ്കിൽ ഇവിടെ ജീൻ 2, ഇവിടെ ജീൻ 3, അങ്ങനെ തൗസൻഡ്സ് ഓഫ് ജീൻസ് ആണ് DNA ഉള്ളത്. അപ്പം DNA ഒരു പാർട്ട് കോഡിങ് ഫോർ 1 ക്യാരക്ടർ. ചിലപ്പോൾ ഈ ജീൻ നിങ്ങളുടെ ഹൈറ്റ് ആയിരിക്കാം, ഇവിടെ നിങ്ങളുടെ സ്കിൻ കളർ, ഇവിടെ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ്, അതിനപ്പുറം നിങ്ങളുടെ ഐ കളർ, അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനുള്ള ഇൻഫർമേഷൻ ഉണ്ട് അല്ലേ. അങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ ഇൻഫർമേഷന് പറയുന്ന പേരാണ് എന്ത്? ജീൻ. ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ശരിക്കും കെമിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്. അതായത് ചില നൈട്രജൻ ബേസസ്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഒരു യൂണിറ്റ്, ഒരു ഫംഗ്ഷൻ, അതിനെ നമുക്ക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് DNA എന്ന് പറയും അല്ലേ. DNAയുടെ ഓരോ പാർട്ടും ഫംഗ്ഷൻ ചെയ്യല്ലേ. അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് DNA വിച്ച് കൺട്രോൾസ് എ സിംഗിൾ ക്യാരക്ടർ ഓർ കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ ഫോർ എ ക്യാരക്ടർ ഈസ് കോൾഡ് ജീൻ. ഇത് 4 മനസ്സിലായല്ലോ. DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ, DNAയുടെ പാർട്സ് ആണ് ജീൻ എന്ന് പറയുന്നത്. DNA പ്രോട്ടീനുമായി ചേർന്ന് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചറാണ് ക്രൊമാറ്റിൻ. ഒരു സെല്ലിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ക്രൊമാറ്റിനാണ് കാണാൻ കഴിയുക. പക്ഷേ ആ സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്തിട്ട് റോഡ് ഷേപ്ഡ് സ്ട്രക്ചറായിട്ട് മാറുമ്പോൾ നമ്മൾ അതിനെ ക്രോമസോം എന്ന് വിളിക്കുന്നു. ഇനി ന്യൂക്ലിയസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ന്യൂക്ലിയസ് സെല്ലിൻ്റെ ഒരു ബ്രെയിനിനെ പോലെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതായത് നമ്മൾക്കൊക്കെ എന്തുണ്ട്? ബ്രെയിൻ ഉണ്ടല്ലേ, നമ്മുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട്. അതുപോലെ ഒരു സെല്ലിൻ്റെ ആക്ടിവിറ്റീസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ന്യൂക്ലിയസ് ആണ്. അപ്പോൾ സെല്ല് എങ്ങനെ ഡിവൈഡ് ചെയ്യണം, സെല്ല് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, സെല്ലിൻ്റെ ആക്ടിവിറ്റീസ് എന്താണ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ന്യൂക്ലിയസ്. സോ കൺട്രോളിങ് സെൻറ്റർ ഓഫ് ദ സെല്ലാണ് ന്യൂക്ലിയസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ.